114 is ഓണം 2024 തലസ്ഥാന നഗരിയിലെ ഓണക്കാഴ്ചകളുടെ രണ്ടാം ദിവസത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം VJT ഹാളിലാണ്. ഇവിടെ സംസ്ഥാനതല കരകൗശലമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. കരകൗശലമേളയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. എൻ്റെ പേര് അനിരാജ് എന്നാണ്. ഞാൻ കരകൗശല വികസന കോർപ്പറേഷനിലെ ആസ്ഥാനത്തുള്ള ഹെഡ് ഓഫീസിലെ P&D ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. കരകൗശല വികസന കോർപ്പറേഷൻ എല്ലാ വർഷവും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെ ഉൽപ്പന്നങ്ങളെ ശേഖരിച്ചുകൊണ്ട് അവരുടെ ഒരു വിപണന മേള നമ്മൾ സംഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ വരുന്ന തുണിത്തരങ്ങൾ ഈ കേരള സംസ്ഥാനത്ത് പരിചയപ്പെടുത്തുക, അവരുടെ ഉൽപ്പന്നങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തി ജനങ്ങളിലേക്ക് അവരുടെ ഉൽപ്പന്നങ്ങളുടെ നല്ല ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ള ഒരു വിപണന ലക്ഷ്യമാണ് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം കോർപ്പറേഷൻ്റെ വരുമാനം ഉയർത്തുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെ. കൊറോണയ്ക്ക് ശേഷം കോർപ്പറേഷൻ വളരെയധികം സാമ്പത്തികമായിട്ട് താഴ്ന്നു നിൽക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് നഷ്ടങ്ങൾ നമുക്കുണ്ട്, കോർപ്പറേഷനുണ്ട്. അതൊന്ന് ഉയർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സിബിഷൻ പോലുള്ള മേളകൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ മേള സംഘടിപ്പിക്കുന്നതിലൂടെ നമ്മുടെ വരുമാനം ഉയർത്തിയെടുക്കാനുള്ള ഒരു തീവ്ര ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണിത്. മേള ഉദ്ഘാടനം ചെയ്തത് കോർപ്പറേഷൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും കൂടെയാണ്. അതോടൊപ്പം നബാർഡിൻ്റെ സഹായത്തോടുകൂടിയാണ് നമ്മൾ ഈ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. നബാർഡിൻ്റെ സാമ്പത്തിക സഹായമുണ്ട്, അവരുടെ സ്റ്റോളുകളും ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഈ എക്സിബിഷൻ ഇവിടെ തുടങ്ങിയത് 3-ാം തീയതിയാണ് ഇനാഗുറേഷൻ. 2-ാം തീയതി നമ്മൾ ആരംഭിച്ചു. 2 മുതൽ 11 വരെയാണ് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. 11 വരെ ഈ മേള ഇവിടെ ഉണ്ടാവും. ചിലപ്പോൾ 2 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ഹോളിൻ്റെ അവൈലബിൾ അനുസരിച്ച് ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ മേളയിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ്. എല്ലാവർക്കും വന്ന് കാണാം, ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടാം, ഇഷ്ടപ്പെട്ടാൽ വാങ്ങുകയും ചെയ്യാം. അത് യാതൊരുവിധ തടസ്സമില്ല. രാവിലെ 10 മണി മുതൽ വൈകിട്ട് ഒരു 8:30-9 മണി വരെ ഇവിടെ നമ്മൾ സജീവമായിരിക്കും. ആർട്ടിസ്റ്റ് കൃഷ്ണൻകുട്ടിയാണ്. എൻ്റെ പെയിൻറ്റിങ്ങും എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പെയിൻറ്റിങ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 10 ദിവസമായി ഇന്ന് തുടങ്ങാം. ഞങ്ങൾ ഇവിടെ പോർട്രേറ്റ്, ഓയിൽ പെയിൻറ്റിങ്, അക്രലിക്, വാട്ടർ കളറ്, ആൾ റൗണ്ട് പെയിൻറ്റിങ്ങാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. സെയില് നടക്കുമെന്നാണ് പ്രതീക്ഷ. കുഴപ്പമില്ല, ആൾക്കാരൊക്കെ വരുന്നുണ്ട്. മറ്റുള്ളവരുടെ കാഴ്ചക്കാരൊക്കെ നന്നായിട്ട് അവരത് എൻജോയ് ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് ബിജു ആമ്പാടി. എൻ്റെ ഒരു 6 വർക്ക് ഇവിടെ വച്ചിട്ടുണ്ട്. തെയ്യം, ലേഡി, കുതിര, നമ്മളെ ബുദ്ധൻ, ഇങ്ങനെ 6-7 വർക്കുകൾ ഞാനിവിടെ വച്ചിട്ടുണ്ട്. സെയില് പ്രതീക്ഷിച്ചിരുന്നു. പേര് മഹാലക്ഷ്മി. കരിമ്പുഴയിൽ നിന്ന് വരികയാണ്. പാലക്കാട് കരിമ്പുഴയിൽ നിന്ന് വരികയാണ്. നെയ്ത്ത് ഗ്രാമത്തിൽ നിന്നാണ് കേട്ടോ. ഞങ്ങൾ പരമ്പരാഗത തൊഴിൽക്കാരാണ്. എന്നാൽ ഇവിടെ തുണിയെല്ലാം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നുണ്ട്. അങ്ങനെ ബിസിനസ്സൊക്കെ കിട്ടുന്നുണ്ട് നല്ലതെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വന്ന് പിന്നെ ഓർഡർ കൊടുക്കുന്നുണ്ട്. കുഴപ്പമില്ല, എന്നാൽ 2 ദിവസം കൂടി വെക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു മെട്രാസ് അങ്ങനെയുള്ള കോട്ടൺ വെറൈറ്റീസുകളുടെ സെയിലാണ്. എക്സ്പോർട്ട് സർപ്ലസിൻ്റെ ബനിയൻ മെറ്റീരിയൽ എക്സ്പോർട്ട് സർപ്ലസിൻ്റെ പീസുകൾ എടുത്തിട്ടാണ് സെയിൽ ചെയ്യുന്നത്. 1000 എബോ റേറ്റ് വരുന്ന സാധനങ്ങളുടെ ഡിസ്കൗണ്ട് സെയിൽ, അതായത് ചെറിയ റിജക്റ്റ് പീസസിൻ്റെ ഡിസ്കൗണ്ട് സെയിലാണ്. 100-150 ആ റേറ്റിലാണ് സാധനങ്ങൾ സെയിൽ ചെയ്യുന്നത്. അതിൽ തന്നെ മിഡി ടോപ്സ് ഒക്കെ എന്ന് പറയുന്നത് കോട്ടൻ്റെ നല്ല ഹൈ പച്ചിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് മിക്ക പരിപാടികളിലും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇത് VJT ഹാളിൽ നിന്നല്ല, ഇന്ത്യയിൽ കേരളത്തിൽ എല്ലാ ഭാഗങ്ങളിലും പോയി സെയിൽ ചെയ്യുന്നുണ്ട്. ആവറേജ് കുഴപ്പമില്ലാത്ത സെയിലുണ്ട്. ഓണത്തോടനുബന്ധിച്ച് നല്ല സെയിലുണ്ട്. കുഴപ്പമില്ല. മാഹിയിൽ കോട്ടൺ ഹൗസ്, ഇവിടെ എനിക്ക് ഷോപ്പുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ വൈവിധ്യമാർന്ന കരകൗശല മേളയാണ് നമ്മളിപ്പോൾ കണ്ടത്. നാളെ മറ്റൊരു ഓണക്കാഴ്ചയുമായി കാണുന്നത് വരെ We are signing out. Reporter Pratibha Pradeep and Shruti Sridhar.